ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെ പോലെ തന്നെ കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ചൂലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പുല്ലിൻ്റെ ചൂലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച് അപ്പം തന്നെ നമ്മൾ അടിച്ചു തരുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള ആ ഒരു പുല്ലിൻ്റെ ഒരു ചെറിയ തരി ഉണ്ടല്ലോ, അതെല്ലാം കൊഴിഞ്ഞിട്ട് നമ്മുടെ കാലിലും അതേപോലെ ഫ്ലോറിലും ഒക്കെ പറ്റി പിടിച്ചിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പൊടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരു ചെറിയ ഒരു പഴയ ചീർപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് ചീകി കൊടുക്കട്ടോ. ഇതേ രീതിയിൽ നമ്മൾ ചീകി എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചൂലിലുള്ള എല്ലാ പൊടികളും നമുക്ക് കൊഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും നമുക്ക് പൊടി വീഴാനുള്ള ആ ഒരു ചാൻസേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പഴയ ചീർപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചീകി നോക്കട്ടോ. അങ്ങനെ ചീകി കൊടുക്കുന്ന സമയത്ത് ആ ഒരു പൊടികളും തരികളും എല്ലാം പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അടിച്ചു വരാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് ഒരാഴ്ചയോളം ഉണ്ടാവുമല്ലോ അതിൻ്റെ മുകളിലുള്ള ആ ഒരു പൊടി നമ്മളെ ഫ്ലോറിലും അതേപോലെ തന്നെ കാലിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മളൊന്ന് ചീകി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ നമുക്ക് ആ ഒരു പൊടി വീഴുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചൂലിന് നല്ല ഉറപ്പും ബലവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഓയിലാണോ നമ്മൾ തലയിൽ തേക്കുന്നത്, വെളിച്ചെണ്ണയോ അതേപോലെ എന്തെങ്കിലും ഹെയർ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ ചൂലിലൊക്കെ. അപ്പോൾ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഞാനിതൊരു പഴയ സ്പോഞ്ചാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചൂലിൽ ഇതേപോലെ കുറച്ചൊന്ന് കുടഞ്ഞെടുത്താൽ മതി, ഓവറായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ചൊന്ന് കുടഞ്ഞെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതേപോലെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചൂലിൽ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാട്ടോ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഈ വെളിച്ചെണ്ണ മെഴുക്കൊക്കെ ആണല്ലോ ഈ ചൂലിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പലരും വിചാരിക്കും ഇങ്ങനെ ചൂലിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോർ അടിക്കുന്നില്ലേ, തെന്നി വീഴൂ, അങ്ങനെയൊക്കെ വിചാരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു തെന്നൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ. നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആയിരിക്കണം ഈ ഒരു പൗഡർ ഇതേപോലെ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പൗഡർ ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചൂലിൻ്റെ ഉള്ളിലൊക്കെ എത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു ചൂലിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഒന്ന് പൗഡർ കൊട്ടി കൊടുക്കാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ചൂലിന് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ഇതേപോലെ പൗഡർ കൊട്ടി കൊടുക്കുന്ന സമയത്ത്. അത് മാത്രമല്ല നമുക്ക് തെന്നി വീഴുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ആദ്യം ഇതിൽ വെളിച്ചെണ്ണ തേച്ചല്ലോ, അത് ഈ പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം ആ ഒരു വെളിച്ചെണ്ണ എല്ലാം ഇത് അബ്സോർവ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ഇതേപോലെ പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലോർ അടിക്കുന്ന സമയത്ത് ആ ഒരു തെന്നി വീഴുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ പൗഡർ ഇട്ടിട്ട് ചീപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചീകി കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാട്ടോ ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചീകി കൊടുക്കുന്നത്. അപ്പം നമുക്ക് തെന്നി വീഴുന്ന ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും ചെയ്യും. അതുമാത്രമല്ല നമുക്ക് ഫ്ലോർ അടിക്കുന്ന സമയത്ത് ചൂലിന് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല നമ്മൾ ചൂല് അടിച്ചൊക്കെ വാരി കഴിഞ്ഞാൽ ചെറിയ തരം പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ, കൊത്തളങ്ങ പോലത്തെ, അപ്പോൾ അതൊന്നും വന്നിരിക്കാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ചൂലിങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ ഈ ഒരു ചൂലിൻ്റെ ഈ ഭാഗത്തുള്ള പുല്ലിങ്ങനെ കൊഴിഞ്ഞ് വീണു പോവുമല്ലോ. ഈ ഭാഗത്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ പുല്ലിങ്ങനെ കൊഴിഞ്ഞ് വീണ് തുടങ്ങുക. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കെട്ടൊന്നും ഇട്ടിട്ടുണ്ടാവില്ല ചില ചൂലിന് കമ്പി വെച്ചിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കും. ചില ചൂലിന് അങ്ങനെ ഉണ്ടാവില്ലല്ലോ, ഇങ്ങനെ കമ്പി വെച്ചിട്ടുള്ള ആ കെട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചൂല് കുറേ കാലം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവുമല്ലോ, നമ്മൾ കടയിൽ നിന്നെല്ലാം പഞ്ചസാര അതേപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന ഇതേപോലത്തെ കീസ് കവറുകൾ ഉണ്ടെങ്കിൽ ആ ഒരു കവറിൻ്റെ ഈ ഒരു രണ്ടറ്റം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടോ. ആദ്യം തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു രണ്ടറ്റം ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു കവർ ഈ ഒരു ചൂലിൻ്റെ ഈ ഭാഗത്ത് ഇട്ട് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ, ഒരിക്കലും ലൂസായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് അത് വീണ് പോവും. അപ്പോൾ അതിനാണ് നല്ല ടൈറ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂലിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഇതേപോലെ കവർ നല്ല ടൈറ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് നമ്മൾക്ക് ഈ ഒരു കവർ അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്
നല്ല ടൈറ്റായിട്ട് ഒരു 2-3 റബ്ബർ ബാൻഡ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കും കൂടെ ചെയ്യട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ടൈറ്റാക്കി പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ചൂല് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. ഒരു ചൂല് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ആ ഒരു ചൂല് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ചൂലിൻ്റെ പുല്ലിങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ ചൂലിൽ നിന്നും പൊടി വീഴുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ചുറ്റിട്ട് റബ്ബർ ബാൻഡ് ഒന്നും കയ്യിലില്ല എന്ന് ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെവർക്കായിട്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു എന്താ പറയുക, നമ്മൾ കവർ ചുറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ, ഈ ഒരു ഭാഗത്ത് നമുക്ക് അയൺ ബോക്സ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു കവർ നമുക്ക് അവിടെ നല്ല ഒട്ടി നിൽക്കണം. അതിനാണ് കേട്ടോ, അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ ചെയ്യുന്നത്. ഈ കവർ നമ്മൾ ചുറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു കവർ നല്ല രീതിയിൽ തന്നെ അവിടെ ഒട്ടി നിൽക്കണം. അതിനാണ് കേട്ടോ. ഇപ്പോൾ റബ്ബർ ബാൻഡ് ഇല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക കവർ. ഒന്നുകിൽ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ അയൺ ബോക്സിൽ ഒന്ന് ചൂടാക്കി കൊടുക്കുക. കവർ ഡയറക്റ്റ് ആയിട്ട് ചൂടാക്കി കൊടുക്കരുത് കേട്ടോ ഒരിക്കലും. അയൺ ബോക്സിൽ ആ ഒരു എന്താ പറയുക കവർ ഒട്ടിപ്പോവുമല്ലോ. അപ്പോൾ നമ്മളൊരു പേപ്പർ, ഒരു ന്യൂസ് പേപ്പർ ഈ ഒരു കവറിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അതിനുശേഷം നല്ല ചൂടുള്ള അയൺ ബോക്സ് ആ ഒരു പേപ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. പേപ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ ചൂലിങ്ങനെ ചുറ്റി 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 ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ചൂടാക്കിയിട്ടുള്ള അയൺ ബോക്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു പേപ്പർ എടുത്ത് നോക്കൂ. നല്ല രീതിയിൽ തന്നെ ആ ഒരു കവറ് നമ്മൾ ചുറ്റി വെച്ചിട്ടുള്ള ആ ഒരു കവറ് ഈ ഒരു ചൂലിൻ്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ ഒട്ടിയിട്ടുണ്ടാവും കേട്ടോ. ചൂട് കാരണം നമ്മൾ ചൂടുള്ള അയൺ ബോക്സ് ആണല്ലോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഒട്ടിക്കിട്ടിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു കവറ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ എളുപ്പ വഴിയാണ് കേട്ടോ അത്. ഈ ഒരു റബ്ബർ ബാൻഡ് ഒരു 2-3 റബ്ബർ ബാൻഡ് ഇതേപോലെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ അയൺ ബോക്സ് ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഒരു 3 റബ്ബർ ബാൻഡ് ഇതേപോലെ നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരിക്കലും ഈ ഒരു കവർ അഴിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമുക്കൊരു ചൂല് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം അത് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. ചൂലിൻ്റെ പുല്ല് അങ്ങനെ കൊഴിഞ്ഞു പോവേ അല്ലെങ്കിൽ ആ ഒരു തരി വീണ് പോവേ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ചൂലിനൊക്കെ ഭയങ്കര വില ആണല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ. 100ന്റെ മുകളിലാണല്ലോ ചൂലിന്റെ വിലയൊക്കെ. 100ൽ കുറഞ്ഞ് ഒരു ചൂല് നമുക്കിപ്പോൾ കിട്ടാനില്ലല്ലോ. അപ്പൊ ഇതേപോലത്തെ പുല്ലിന്റെ ചൂലൊക്കെ ആകുമ്പോൾ കുറേ കാലം ഈട് നിൽക്കാനായിട്ട് പറ്റും ഇതേ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പ് എന്താ നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ബൗളാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബൗളിലേക്ക് ഞാനിതാ 1 രൂപയുടെ ഷാമ്പു കുറച്ച് മാത്രം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഷാമ്പു ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ക്ലിനിക് പ്ലസ് ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. നല്ല സ്മെല്ലാണല്ലോ അത്. അപ്പം ഞാനിതാ ഈ ഒരു ഷാമ്പു കുറച്ച് പകുതി മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷാമ്പൂവിൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ ഈ ഒരു കംഫർട്ടിൻ്റെ സ്മെല്ലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു സ്മെല്ല് തന്നെയാണല്ലോ ഇത് രണ്ടും അല്ലേ. ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലിനായിരിക്കും കേട്ടോ. നമ്മുടെ ഡ്രസ്സിലായാലൊക്കെ ഇത് വെച്ചിട്ട് നമ്മൾ അലക്കി കഴിഞ്ഞാലും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ഡ്രസ്സൊക്കെ അല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഷാമ്പൂ അതേപോലെ തന്നെ ഒരു കംഫർട്ടും ഇതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് എടുക്കട്ടോ. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഷാമ്പും കംഫർട്ടും ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇതിന്. ഇനി നമുക്ക് ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കട്ടോ. അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ ഇതേപോലത്തെ ഒരു കുഞ്ഞു ബോട്ടിലേക്ക് ആക്കിയാലും മതി കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്ലീനിങ് ടിപ്പുകൾ ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സ്മെല്ലിന് നല്ലൊരു സ്മെല്ലുമാണ് ഷാമ്പു ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം. പിന്നെ നല്ലൊരു പതയും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ലിക്വിഡിന്. അപ്പോൾ തന്നെ ഞാനൊരു ചെറിയ ബോട്ടിലേക്കാണിത് ഒഴിച്ചു മാറ്റുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിള് അതേപോലെ തന്നെ നമ്മുടെ ഡോറുകൾ ഗ്യാസ് സ്റ്റോപ്പുകൾ എല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ്. നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, മാത്രമല്ല നല്ലൊരു പതയുണ്ടാവും ഇത് വെച്ച് നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കിച്ചണൊക്കെ ഒന്ന് തുടച്ചിട്ട് കൊടുക്കുമല്ലോ.
അതേപോലെ തന്നെ നമ്മൾ ഉച്ചൻ്റെ പണിയൊക്കെ കഴിഞ്ഞാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ കിച്ചൺ തുടച്ചിട്ട് നല്ല നീറ്റാക്കി ഇടുന്ന സമയത്ത് കുറച്ചതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തുടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലോട്ടേക്ക് നമ്മൾ വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും ചെയ്യും. അത് മാത്രമല്ല ഈ ഒരു കംഫർട്ടിൻ്റെയും ഷാമ്പൂൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ പല്ലിയോ പാറ്റയോ അങ്ങനെ ചെറുജീവികളൊന്നും വരാനും ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിലൊക്കെ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. നമ്മൾ മീനൊക്കെ കഴുകുന്ന സമയത്ത് ഭയങ്കര ഒരു മീനിൻ്റെ ആ ഒരു ഉളുമ്പ് സ്മെല്ലൊക്കെ ഉണ്ടാവും കിച്ചൺ സിങ്കിലൊക്കെ. അപ്പോൾ നമുക്ക് ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്മെല്ല് തന്നെയാണല്ലോ ഷാമ്പൂവിൻ്റെയും അതേപോലെ കംഫർട്ടിൻ്റെയൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സിങ്കിലൊക്കെ ഒഴിച്ചെടുത്തു കഴിഞ്ഞാൽ സിങ്കൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ വരെ നമുക്ക് ഇത് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് നമ്മളെ തടക്കെ തുടച്ച് നോക്കും. നല്ല രീതിയിൽ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഷാമ്പു ആയാലും കംഫർട്ട് ആയാലും ഒക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊന്നും കെമിക്കൽസ് ഒക്കെ ഉള്ള സൊല്യൂഷനുകളൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ പൈസ കളയുന്ന സമയം കൊണ്ടിട്ട് ഇതേ രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രയോ നമുക്ക് പൈസ ലാഭമാണ്. അത് മാത്രമല്ല നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത സൊല്യൂഷന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇതേപോലത്തെ ഫ്ലവറുകളൊക്കെ ഉണ്ടാവില്ല, പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കുന്ന പ്ലാസ്റ്റിക് ഫ്ലവറുകൾക്കൊക്കെ കുറേ കഴിയുമ്പം അതിൻ്റെ മുകളിൽ പൊടി ഉണ്ടാവും, മാറാള ഉണ്ടാവും, എട്ടുകാലി പോയി മുട്ടയിടും അല്ലേ, അതൊക്കെ ഉണ്ടാവും ഈ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ. അപ്പം നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ ഒരു ഫ്ലവർ ഇതേപോലെ എടുത്ത് കഴുകുകയാണെങ്കിൽ ഫ്ലവറിന് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അത് മാത്രമല്ല നല്ലൊരു പുതിയതുപോലെ തന്നെ ആയി കിട്ടും കേട്ടോ. അതിൻ്റെ മുകളിലുള്ള ആ ഒരു പൊടി മഴുക്കൊക്കെ പോയി കിട്ടും. ഈ ഒരു വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് മുക്കിയെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ നമ്മൾ ബ്രഷ് വെച്ച് ഉരയ്ക്കും വേണ്ട, അതേപോലെ ലിക്വിഡോ സോപ്പും പൊടിയോ ഒന്നും വേണ്ട കേട്ടോ. ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഒഴിച്ചിട്ടുള്ള ഈ ഒരു വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് മുക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലവറിനൊക്കെ നല്ല നിറവ്യത്യാസം കാണാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടില്ലേ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ആ ഫ്ലവറിൻ്റെ മുകളിലുള്ള അഴുക്കും പൊടിയെല്ലാം പോയിട്ട് നല്ലോണം നല്ലൊരു എന്താ പറയുക ഒരു പുതിയതുപോലെ തന്നെ ആക്കിയിട്ടിട്ടുണ്ടല്ലോ ആ ഫ്ലവർ കണ്ടില്ലേ. ഇതേപോലെ നമ്മളൊന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്ലവർ പുതിയതുപോലെ തന്നെ നമുക്ക് ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും. അത് മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ കംഫർട്ടിൻ്റെ ഷാമ്പൂൻ്റെയൊക്കെ ഒരു സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്മെല്ല് തന്നെയാണല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് നോക്കുക ഇടയ്ക്കൊക്കെ കേട്ടോ. ഈ ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ക്ലീനിങ് ടിപ്പ് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴാണ് വീണ്ടും എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമാകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോക്ക് കമൻറ്റ് ഇടാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.